പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഐഫോണിൽ നിന്ന് ആൻഡ്രോയിഡ് ഫോണിലോട്ടും ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് ഐഫോണിലോട്ടും ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. എക്സെൻഡർ ആപ്ലിക്കേഷൻ അല്ല, നമ്മൾ സാപ്പിയ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒരേപോലെ തന്നെ അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് ഐഫോണിലോട്ടാണ് ഒരു ഫയൽ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ആൻഡ്രോയിഡ് ഫോണിലോട്ട് ഐഫോണിൽ നിന്ന് ഫയൽ ചെയ്യുന്നതും കാണിച്ചു തരാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ നിന്ന് ഒരു വീഡിയോ ഫയലാണ് ഷെയർ ചെയ്യാൻ നോക്കുന്നത്. വീഡിയോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം വീഡിയോ ഫയൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഷെയർ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ പ്രിപ്പയർ ടു ട്രാൻസ്ഫർ അതിന് താഴ്ഭാഗത്തായിട്ട് 3 പെർമിഷൻസ് ചോദിക്കുന്നുണ്ട്. ആദ്യമായിട്ട് വന്നതുകൊണ്ട് തന്നെ ഒരു വൈഫൈ പെർമിഷനും 2 ബ്ലൂടൂത്ത് പെർമിഷനാണ്. ഗ്രാൻഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അലോ ചെയ്ത് കൊടുത്തുകൊണ്ട് വരുന്നവരെ നിങ്ങളത് ചെയ്യുക. അപ്പോൾ 3ലും ബ്ലൂടൂത്ത് വരണം എന്നുണ്ട്. അതിനുശേഷം നമുക്ക് ടേൺ ഓൺ ചെയ്യാനുള്ള ഒരു ഭാഗം കൂടി വരുന്നുണ്ട്. അങ്ങനെ പെർമിഷൻസ് എല്ലാം അലോ ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആൻഡ്രോയിഡ് ഫോണിൽ ഒരു QR കോഡ് ജനറേറ്റ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങളുടെ ഐഫോണിലോട്ട് വരിക. ഐഫോണിലോട്ട് ഹോം പേജിലോട്ട് വരുന്ന സമയത്ത് മുകൾ ഭാഗത്തായിട്ട് ഒരു QR കോഡ് സ്കാനർ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു സ്കാനിങ് ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് ആ QR കോഡ് സ്കാൻ ചെയ്ത് കൊടുക്കുക. ജോയിൻ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണക്റ്റിംഗ് എന്ന് എഴുതി കാണിക്കുന്നതായിരിക്കും. അത് കണക്റ്റ് ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കണക്റ്റിംഗ് എന്ന് എഴുതിയിരിക്കുന്നതിന് മുകൾ ഭാഗത്തായിട്ട് ഒരു ഡിവൈസ് വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഐഫോണിലോട്ട് വന്ന് ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ആയിട്ട് റെഡ് ഡോട്ട് വന്നിട്ടുണ്ടാകും. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്ന ആ ഫയൽ ഇവിടെ കാണാൻ സാധിക്കും. ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. വീഡിയോ ഫയലായിരുന്നു, അതിവിടെ കറക്റ്റായിട്ട് തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇനി ഐഫോണിൽ നിന്ന് ആൻഡ്രോയിഡ് ഫോണിലോട്ട് ഫയൽസ് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ഒരു വീഡിയോ ഫയൽ ഐഫോണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് സെലക്ട് ചെയ്യുകയാണ്. ആ ഫയൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം ട്രാൻസ്ഫർ ഓൾ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്ത സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും ആൻഡ്രോയിഡ് ഫോണിൽ ഹിസ്റ്ററി ഭാഗത്തായിട്ട് ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും റിസീവ് ഫ്രം ഐഫോൺ എന്ന് എഴുതി കാണിച്ചുകൊണ്ട് ഒരു ഫയൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഫയൽ നമുക്ക് ഇവിടെ നിന്ന് പ്ലേ ചെയ്യാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഐഫോണിൽ നിന്ന് ആൻഡ്രോയിഡ് ഫോണിലോട്ടും ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് ഐഫോണിലോട്ടും ഏത് തരത്തിലുള്ള ഫയൽസ് ആയാലും വീഡിയോ ഫയൽ, ഓഡിയോ ഫയൽ, ആപ്ലിക്കേഷൻ ഫയലുകൾ, ഇമേജസ് എല്ലാം തന്നെ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഫയൽ വേണമെന്നുണ്ടെങ്കിലും ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് ഐഫോണിലോട്ടും ഐഫോണിൽ നിന്ന് ആൻഡ്രോയിഡ് ഫോണിലോട്ടും ഷെയർ ചെയ്യാൻ സാധിക്കും. ഇതേപോലെയുള്ള വീഡിയോകൾക്കായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.